2026 തുടക്കത്തോടെയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും അവകാശവാദങ്ങളുടെ പെരുമഴ തന്നെയാണ്. ഇന്ത്യ പാക് സംഘർഷം താനാണ് അവസാനിപ്പിച്ചതെന്ന് തുടങ്ങി തന്നെ മോദി തന്റെ മുന്നിൽ വന്നുകൊണ്ട് കാലുപിടിച്ചു നിന്നു എന്ന തരത്തിലുള്ള അവകാശവാദങ്ങളാണ് ഇപ്പോൾ ട്രംപ് ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നോട് ചോദിച്ചു, സാർ എനിക്ക് നിങ്ങളെ ഒന്ന് കാണാൻ സാധിക്കുമോ എന്നതായിരുന്നു ട്രംപ് പറയുന്നത്. എന്നാൽ മോദി ഒരിക്കലും അത്തരത്തിൽ ആരുടെയും മുന്നിൽ തല കുനിച്ച് സ്വന്തം രാജ്യ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിൽ അഭ്യർത്ഥന രൂപേണ തന്നെ സംസാരിക്കില്ല എന്നതാണ് ഇതിനോടായി തന്നെ പ്രതികരിക്കുന്നവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ വാങ്ങലുകളും വ്യാപാര പ്രശ്നങ്ങളും അത് ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് സമീപിച്ചു എന്നതും, അപ്പോൾ തന്നെ വലിയ രീതിയിൽ അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുടെ വിതരണം വളരെ കാലമായി തന്നെ വൈകിയതാണ് എന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു അവകാശവാദം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഹൗസ് GOP മെമ്പർ അതുപോലെ തന്നെ അവിടെ സംസാരിച്ച വേളയിൽ ഇന്ത്യൻ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഓർഡർ ചെയ്തുവെന്നും പക്ഷേ 5 വർഷമായി തന്നെ അവ ലഭിച്ചില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നെ കാണാൻ വന്നു. സാർ, ദയവായി എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുമോ? അതെ, ഇന്ത്യൻ നേതാവുമായി ശക്തമായ ബന്ധം അത് പങ്കിട്ടതായും എനിക്ക് അദ്ദേഹവുമായി വളരെ നല്ല ബന്ധമുണ്ട് എന്നും ട്രംപ് ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യക്ക് മേൽ ചുമത്തിയ 50% തീരുവയാകട്ടെ അത് തിരിച്ചടി തീരുവ അത് കുറയ്ക്കുമെന്ന സൂചനയും ട്രംപ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. മാത്രമല്ല, ചില കാരണങ്ങൾ ഇന്ത്യ 68 അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾക്ക് ഓർഡർ തന്നിട്ടുണ്ട്. ഇന്ത്യ വർഷങ്ങൾക്ക് മുൻപാണ് അപ്പാച്ചെ ഹെലികോപ്റ്റർ വാങ്ങാൻ അമേരിക്കയ്ക്ക് ഓർഡർ നൽകിയതെന്നും ഇതുവരെ ഒന്നുപോലും ഇന്ത്യക്ക് കിട്ടിയിട്ടില്ല എന്ന വസ്തുതയും ഇവിടെ എടുത്തു കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആയുധ കച്ചവടം ഇത്തരത്തിൽ വൈകുന്നതിനുള്ള നീരസം പ്രകടമാക്കിയ ട്രംപ് ആകട്ടെ അപ്പാച്ചെ അത് വിതരണം വേഗത്തിലാക്കുമെന്ന് നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതേസമയം ഇന്ത്യ ഇനിയും റഷ്യൻ എണ്ണ വാങ്ങിയാൽ തീരുവ കൂട്ടുമെന്ന ഭീഷണി കഴിഞ്ഞ ദിവസം ട്രംപ് മുഴക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു അവകാശവാദം നൽകിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. പിന്നാലെയാണ് ഇന്നലെ മോദിക്ക് നീരസമുണ്ട് എന്നും തീരുവ കുറച്ചേക്കുമെന്നും ട്രംപ് വ്യക്തമാക്കുന്നത്. യുഎസിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും സുരക്ഷയ്ക്കും മുൻനിർത്തിയാണ് കനത്ത തീരുവ പ്രഖ്യാപിച്ചതെന്നും ട്രംപ് പറയുന്നു. നേരത്തെ തന്നെ കുറഞ്ഞ തീരുവ മുതലെടുത്തുകൊണ്ട് ഇന്ത്യ വലിയ സാമ്പത്തിക നേട്ടം സ്വന്തമാക്കിയിരുന്നു. ഉൽപ്പന്നങ്ങൾക്ക് വലിയ തോതിൽ ഇളവുകളും അവർ നേടിയിട്ടുണ്ടായിരുന്നുവെന്നും ഇത് ഒഴിവാക്കാനാകുന്നതുമാണ് എന്നതാണ് തീരുവ ചുമത്തിയതിന് പിന്നാലെ തന്നെ ട്രംപ് വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദശാബ്ദം പരിഗണിച്ചാൽ US-ൽ നിന്ന് ഏറ്റവും അധികം ആയുധങ്ങൾ വാങ്ങിയ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഇത്തരത്തിൽ വീണ്ടും മോദിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ ആണ് ഇപ്പോൾ അവകാശവാദങ്ങൾ നടത്തിക്കൊണ്ട് ട്രംപ് രംഗത്ത് വരുന്നത്. മാത്രമല്ല, ഇതിനോടായി തന്നെ ഇതുവരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.